ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് 266 ക്ലാസ്. അൽ ഫുറൂദുൽ മദ്കൂറത്തു ഫിൽ ഖുർആൻ പരാമർശിച്ച അനന്തര വിഹിതങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 2/3 അത് പറഞ്ഞു, നിസ്ഫ് പകുതി അത് പറഞ്ഞു, 1/4 അതും പറഞ്ഞു. അടുത്തത് വസുമുനു 1/8 ഖുർആൻ പരാമർശിച്ച അനന്തരാവകാശ നിയമങ്ങളിലെ വിഹിതങ്ങളാണ്. അതിൽ 1/8 എന്ന് പറയുന്നത് സൗജത്തിൻ ഭാര്യക്കാണത് കൊടുക്കേണ്ടത്. അവിടെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്. അപ്പോൾ മയ്യിത്തിഹ ഫർഉൻ, ഈ മരിച്ച ഭർത്താവിന് മക്കളുണ്ട്. അപ്പോൾ ഭാര്യക്ക് 8/1 കൊടുക്കേണ്ടത്. ഭാര്യ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ 8/1 ഉണ്ടാകും. അത് വിഹിതം വച്ച് അവർക്ക് കൊടുക്കണം. വസുലുസു 3/1 ലിസനൈനി, അത് 2 പേർക്കാണ് കിട്ടുന്നത്. ലി ഉമ്മിൻ, ഉമ്മാക്ക് 3/1 വരുന്ന രൂപമുണ്ട്. അതെപ്പോഴാ? ലൈസലി മയ്യിത്തിഹാ ഫർഉൻ, ഉമ്മ ഇവിടെ ഒരാൾ മരിച്ചു. അപ്പോൾ ആ മരിച്ച ആളുടെ ഉമ്മയ്ക്ക് 3/1 കിട്ടുന്നത് ആ മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിലാണ്. മരിച്ച ആൾക്ക് മക്കളൊന്നുമില്ല, അപ്പോൾ മയ്യത്തിൻ്റെ ഉമ്മാക്ക് 3/1. മക്കളില്ല എന്ന് മാത്രമല്ല, വല അദദും മിനൽ ഇഖ്വത്തി വൽ അഖവാത്തി, സഹോദരന്മാർ സഹോദരിമാർ എന്ന വിഭാഗത്തിൽ എണ്ണവും ഇല്ല. എണ്ണം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 ആൾ. അങ്ങനെ 2 ആൾ സഹോദര വിഭാഗത്തിലില്ല, മക്കളുമില്ല മയ്യത്തിന്. അങ്ങനെയുള്ള ഘട്ടത്തിൽ മയ്യത്തിൻ്റെ ഉമ്മാക്ക് 3/1. ഒലി വലതൈ ഉമ്മിൻ ഫ അക്സറ, പിന്നെ മയ്യത്തിൻ്റെ ഉമ്മ ഒത്ത സഹോദരങ്ങൾ അഥവാ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അവർ 2 2 കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്കും 3/1. അടുത്തത് വസുദുസു 6/1 ലി സബഅത്തിൻ, അത് 7 ആളുകൾക്ക് കൊടുക്കേണ്ട വിഹിതമാണ്. ലി അബിൻ, 1 വാപ്പ, വ ജദ്ദിൻ, 2ാമത്തത് വെല്ലിപ്പ. എപ്പോഴാണ്? ലി മയ്യിത്തിഹിമാ ഫർഉൻ, ഇവിടെ മരിച്ച ആൾക്ക് മക്കളുണ്ട്. ഒരാൾ മരിച്ചു, ആ ആൾക്ക് മക്കളുണ്ട് എങ്കിൽ അവിടെ വാപ്പ അനന്തരം എടുക്കുമ്പോൾ വാപ്പാക്ക് കൊടുക്കേണ്ടതാണ്, മയ്യത്തിൻ്റെ വാപ്പാക്ക് 6/1. അതേപോലെ അവിടെ വെല്ലിപ്പക്ക് അനന്തരമുണ്ടെങ്കിൽ ആ വെല്ലിപ്പക്ക് കൊടുക്കേണ്ടതാണ് 6/1. വേറെ ഒന്ന് ഒലി ഉമ്മിൻ, ഉമ്മാക്ക്. ഏതുമ്മയാണ്? ലി മയ്യിത്തിഹ, അവിടെ മരിച്ച ആൾക്ക് ഫർഉൻ, മക്കളുണ്ട്. ഔ അദദും മിനൽ ഇഖ്വത്തി വൽ അഖവാത്തി, അല്ലെങ്കിൽ സഹോദരിമാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ എണ്ണം എന്ന് പറയുമ്പോൾ 1 കൂടുതൽ ഉണ്ട്, അല്ലെങ്കിൽ മരിച്ച ആൾക്ക് മക്കളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഉമ്മക്ക് 6/1. അങ്ങനെ ഇല്ലെങ്കിൽ ഉമ്മയ്ക്ക് 3/1 എന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഒരു ജദ്ദത്തിൻ, അതേപോലെ വെല്ലിമ്മക്കും 6/1. ഒരു ബിന്ദി ബിനിൻ, മകൻ്റെ മകൾ, അങ്ങനെയുള്ള അവർക്കും 6/1. അതെപ്പോഴാ? മഅ ബിന്ദിൻ, മയ്യത്തിൻ്റെ നേരെ മോളോട് കൂടെ. മയ്യത്തിൻ്റെ മകൾ ഉണ്ട്, അതിൻ്റെ കൂടെ മകൻ്റെ മകളും ഉണ്ട്. അപ്പോൾ അവിടെ മകൻ്റെ മകൾക്ക് 6/1. മയ്യത്തിൻ്റെ മകൾക്ക് അവിടെ പകുതി കിട്ടും. ആ പകുതി കഴിയുമ്പോൾ പിന്നെ 6/1 മകൻ്റെ മകൾക്കും കിട്ടും. ഔ ബിന്ദി ബിനിൻ അഅ്ലാ മിൻഹ, അല്ലെങ്കിൽ മകൻ്റെ മകൾ കൊണ്ട് അവളേക്ക്, ഈ പറയണ മകൻ്റെ മകളേക്കാൾ മയ്യത്തിലേക്ക് കൂടുതൽ അടുപ്പമുള്ള മകൻ്റെ മകൾ, അത് വേറെയുമുണ്ട്.
അപ്പോൾ അടുപ്പം കുറഞ്ഞ തലമുറയ്ക്ക് അല്പം പുറകോട്ട് നിൽക്കുന്ന പിന്തി നിൽക്കുന്ന മകൻ്റെ മകൾ അവൾക്ക് അവിടെ 6-1 എന്ന് പറഞ്ഞാൽ മയ്യിത്തിൻ്റെ മകൻ്റെ മകൾ ഉണ്ട്, മയ്യിത്തിൻ്റെ മകൻ്റെ മകൻ്റെ മകളും ഉണ്ട്. അവിടെ ഒരു പെണ്ണിന് മയ്യിത്തിനോട് തലമുറയിൽ അടുപ്പം കൂടുതലാണ്, ഒരു പെണ്ണിന് അടുപ്പം കുറവാണ്. ഒരു തലമുറ ബാക്കിലാണ് ഒരു പെണ്ണ്. അപ്പോൾ ആ പിന്തി നിൽക്കുന്ന പെണ്ണിന് 6-1 അങ്ങനെയാണ് അവിടെ. ഒലി ഉഖ്തിൻലി അബിൻ മാ ഉഖ്തിൻലി അബവൈനി. ഒരു മയ്യിത്തിന് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ഉണ്ട്, ഒരാൾ. വാപ്പ ഒത്ത സഹോദരി അത് വേറൊരാൾ, അങ്ങനെയുമുണ്ട്. അപ്പോൾ അവിടെ വാപ്പ ഒത്ത സഹോദരിക്ക് 6-1 കൊടുക്കേണ്ടത്. ഒലി വാഹിദിൻ മിൻ വലതി ഉമ്മിൻ. ഉമ്മ ഒത്ത സഹോദര സഹോദരിമാർ അവരിൽപ്പെട്ട ഒരാൾ മാത്രമുണ്ട്, അവരിൽ ഒരാൾ മാത്രം, ആ ആൾക്കും 6-1. അവരിൽ ഒന്നിൽ കൂടുതൽ പേരുണ്ട് എങ്കിൽ അവർക്ക് 3-1 കൊടുക്കണമെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. ഇനി ഒരു മസ്അല പറയാം. ഒൽ ഉമ്മു ഉമ്മ മഅ അബിൻ വാപ്പാൻ്റെ കൂടെ, അതായത് മയ്യിത്തിൻ്റെ ഉമ്മയുമുണ്ട് വാപ്പയുമുണ്ട്. കൂട്ടത്തിൽ അഹദി സൗജൈനി ഈ മയ്യിത്തിൻ്റെ ഭാര്യ ഭർത്താക്കൾ എന്ന് പറയുന്നതിൽപ്പെട്ട ഒരാളുമുണ്ട്. എന്ന് പറഞ്ഞാൽ മയ്യിത്ത് മരിച്ചത് ഭർത്താവാണെങ്കിൽ അപ്പോൾ അവിടെ ഉള്ളത് ഭാര്യ, അതോടുകൂടെ മയ്യിത്തിൻ്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ട്. അല്ല മരിച്ചത് ഭാര്യയാണെങ്കിൽ അപ്പോൾ ഭർത്താവ്, ആ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അതോടുകൂടെ ഉമ്മയുണ്ട് വാപ്പുണ്ട്. ഇങ്ങനെ മസ്അല വരുമ്പോൾ ഭാര്യ ഭർത്താക്കളിൽപ്പെട്ട ഒരാളുണ്ട്, ഉമ്മയുണ്ട് വാപ്പയുണ്ട്. ഇങ്ങനെ വന്നാൽ ലഹ അവിടെ ഉമ്മാക്ക് സുലുസുൽ ബാക്കി, ഭാര്യ ഭർത്താക്കളിൽ ഒരാൾ എന്ന് പറഞ്ഞല്ലോ, ആ ആൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ കൊടുത്തതിൻ്റെ ബാക്കി വരുന്ന മുതൽ, ആ ബാക്കി വരുന്ന മുതലിൻ്റെ 3-1 അതാണ് അവിടെ ഉമ്മാക്ക് ഉണ്ടാവുക. അല്ലാതെ ലാ സുലുസുൽ ജമീഇ ആകെ മുതലിൻ്റെ 3-1 അതല്ല അവിടെ ഉമ്മാക്ക് ഉണ്ടാവുക. ഉമ്മാക്ക് 3-1 അവിടെ കിട്ടുന്നത്. പക്ഷെ 3-1 എന്ന് പറയുന്നത് മൊത്തം മുതലിൻ്റെ 3-1 അങ്ങനെയല്ല. ഈ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അവർക്ക് ആദ്യം വീതം കൊടുക്കണം. കൊടുത്തതിന് ശേഷമുള്ള മുതൽ, ആ മുതലിനെ 3 വിഭജിക്കണം. എന്നിട്ട് അതിൽ ഒരു ഭാഗം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നറിയോ? ഹത്താ യഖുദൽ അബു മിസ്ലൈ മാ തഅഖുദുൽ ഉമ്മു. ഉമ്മാക്ക് കിട്ടിയ മുതലിൻ്റെ 2 ഇരട്ടി മുതൽ, ഉമ്മാക്ക് കിട്ടിയ മുതലിൻ്റെ ഇരട്ടി മുതൽ വാപ്പാക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ ഉമ്മ വാപ്പാൻ്റെ കൂടെ ഒന്നുകിൽ ഭാര്യയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഭർത്താവാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ അടിക്കുറിപ്പിൽ അവിടെ ഇത് 2 മസാല വരുമല്ലോ അവിടെ. അതിലൊരു മസാല ഭർത്താവ് ഉമ്മ വാപ്പ. അവിടെ ആകെയുള്ള മുതലിനെ 6 വീതിക്കണം. എന്നിട്ട് ഭർത്താവിന് 3 കൊടുക്കണം. 3 എന്ന് പറഞ്ഞാൽ മുതലിൻ്റെ പകുതി ഭർത്താവിന് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് അപ്പോൾ എത്രയാണ്? 3. ആ 3നെ 3 വിഭജിക്കണം. എന്നിട്ട് അതിൽ നിന്ന് 1 ഉമ്മാക്ക്, അവിടെ 2 വാപ്പാക്ക്. അപ്പം ഉമ്മാക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി കിട്ടി വാപ്പാക്ക്. അങ്ങനെയാണ് ഉദാഹരണം. ഇനി ഉമ്മയുമുണ്ട് വാപ്പയുമുണ്ട് ഭാര്യയുമുണ്ട്, അതാണ് മസ്അല എങ്കിൽ, എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചർച്ച വരുന്നത്, അങ്ങനെയാണ് രൂപം വരുന്നത് എങ്കിൽ അവിടെ ആകെ മുതലിനെ 4 വിഭജിച്ചു.
ഭാര്യക്ക് 1 കൊടുത്തു, 4-ൽ 1 ഭാര്യക്ക്. അപ്പോൾ ബാക്കി 3. ആ 3-നെ 3ആയി വിഭജിക്കണം. അതിൽ 1 ഉമ്മക്ക് കൊടുത്തു, 2 വാപ്പക്കും കൊടുത്തു. അപ്പം ഇവിടെ 3-ൽ 1 ഉമ്മക്ക് കിട്ടിയത്. പക്ഷേ 3-ൽ 1 എന്ന് പറഞ്ഞാൽ ആകെ മുതലിൻ്റെ 3-ൽ 1 എന്നല്ല. ഭാര്യ ഭർത്താക്കൾ എന്ന് പറയുന്ന ആൾ ആരാണോ, അതിൽ ആരാണോ ഉള്ളത് ആ ആൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള മുതലിൻ്റെ 3-ൽ 1. ഇനി അടുത്തതായിട്ട് ഷുറൂത്ത് ഇസ്തിഹ്ഖാഖിൽ ഫുറൂദി എന്നാണ്. ഇവിടെ ഇപ്പം നമ്മൾ പരാമർശിച്ചു ഈ ഓരോ വിഹിതങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്ന്. അങ്ങനെ ഈ പറഞ്ഞ വിഹിതങ്ങൾ ഓരോരുത്തർക്ക് അതിൻ്റേതായ ആളുകൾക്ക് ലഭിക്കാൻ ചില നിബന്ധനകളുണ്ട്. അതേതൊക്കെ നിബന്ധന? അതിൽ ആദ്യത്തെ വീതം പറഞ്ഞാൽ സുലുസാനിയാണ്. സുലുസാനി എന്ന് പറഞ്ഞാൽ 3-ൽ 2. 3-ൽ 2 കിട്ടുന്നത് ആർക്കാണ്? അദദും മിനൽ ബനാത്തി, 1-ൽ കൂടുതൽ പെൺമക്കൾക്ക്. 1-ൽ കൂടുതൽ പെൺമക്കൾ അഥവാ 2 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ പെൺമക്കൾക്ക് 3-ൽ 2. അതിനൊരു നിബന്ധന ഉണ്ട്. അതുമു മുഅസ്സിബിൻ, ഈ പെണ്ണുങ്ങളെ, ഈ പെൺമക്കളെ അസബയാക്കുന്ന ആള് ഇല്ലാതിരിക്കണം. അസബയാക്കുന്ന ആള് ഇല്ലാതിരിക്കണം. പിന്നെ അസബയാക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ അതേ മർത്തബയിൽ അതേ പദവിയിൽ വരുന്ന ആണ് ഉണ്ടെങ്കിൽ ആ ആണ് ഈ പെണ്ണിനെ അസബയാക്കും. അസബയാക്കുക എന്ന് പറഞ്ഞാൽ ആ ആണിന് ഇരട്ടിയും ഈ പറഞ്ഞ പെണ്ണിന് പകുതിയും വന്ന രീതിയിൽ മുതൽ ക്രമീകരിക്കും. ആ രീതിയിലേക്ക് മസല മാറും. ഉദാഹരണം, ഒരു മയ്യത്തിന് മകളുണ്ട്. മകൾ, ആ മകളുടെ അതേ പദവിയിലുള്ള പുരുഷൻ എന്ന് പറയുന്നത് ഈ മയ്യത്തിൻ്റെ മകൻ. മയ്യത്തിന് മകനും ഉണ്ട്, മകളും ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 2 പെൺകുട്ടികളാണ് എന്ന് വിചാരിച്ചോ, അവർക്ക് 3-ൽ 2 എന്ന് പറഞ്ഞ സംഗതി അവിടെ ഉണ്ടാവില്ല. പകരം അവരുടെ അതേ മർത്തബയിൽ സ്ഥാനത്തുള്ള പദവിയിലുള്ള ഈ പുരുഷനാകുന്ന മകൻ ഈ പെണ്ണുങ്ങളെ അസബയാക്കും. എന്ന് പറഞ്ഞാൽ അവന് ഇരട്ടി, ഈ പെണ്ണുങ്ങൾക്ക് പകുതി എന്ന രീതിയിൽ മുതലെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത് അസബയാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള അസബയാക്കുന്ന ആൾ ഇല്ലാതിരിക്കണം. എങ്കിലാണ് 1-ൽ കൂടുതൽ പെൺമക്കളുണ്ടായാൽ അവർക്ക് 3-ൽ 2 കിട്ടുക.